അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വലു. 1ാമത്തെ പാഠം ഖുർആൻ ക്രോഡീകരണ ചരിത്രം. ഖുർആൻ ക്രോഡീകരണ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗം നോക്കാം. മുകളിൽ ചിത്രം നോക്കൂ. ഇവിടെ ഒരു ചിത്രത്തിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് താഴെ നമുക്ക് നൽകിയിട്ടുള്ളത്. ലോക പ്രശസ്തമായ മദീനയിലെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു വർഷം ഏകദേശം 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. ലോകപ്രശസ്തമായ മദീനയിലെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്ന് ഒരു വർഷം ഏകദേശം 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ അതേ ഭാഷയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോപ്പികൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് ഖുർആൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ അതേ ഭാഷയിൽ അഥവാ അറബി ഭാഷയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പികൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് ഖുർആൻ. അവതീർണ കാലം മുതൽ ഒരു മാറ്റവുമില്ലാതെ അതേപോലെ രേഖപ്പെടുത്തിയ മുസഹഫുകൾ ഇന്ന് നാം കാണുന്ന വൈവിധ്യമാർന്ന ഡിസൈനുകളിലും വലിപ്പത്തിലും ലഭ്യമാണ്. മുസഹഫുകൾക്ക് പുറമെ 100 കണക്കിന് ഡിജിറ്റൽ ആപ്പുകളുമുണ്ട്. എങ്ങനെയാണ് ഗ്രന്ഥരൂപത്തിലുള്ള ഈ മുസഹഫുകൾ പ്രചാരത്തിൽ വന്നത് എന്നറിയാൻ നാം ഖുർആനിൻ്റെ ക്രോഡീകരണ ചരിത്രം പഠിക്കണം. ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നു. അത് സ്വഹാബത്തിന് ഓതിക്കേൾപ്പിക്കുന്നു. അവർ അത് കേട്ട് മനപാഠമാക്കുന്നു. എഴുത്തറിയാവുന്ന സ്വഹാബികളോട് അത് രേഖപ്പെടുത്തി വെക്കാൻ നിർദ്ദേശം നൽകുന്നു. അവർ എല്ലുകളിലും തോലുകളിലും കല്ലുകളിലും മറ്റും രേഖപ്പെടുത്തി വെക്കുന്നു. ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ രൂപമാണ് നമുക്കിവിടെ പറഞ്ഞത്. ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നു. അത് സ്വഹാബത്തിന് ഓതിക്കേൾപ്പിക്കുന്നു. അവർ അത് കേട്ട് മനപാഠമാക്കുന്നു. എഴുത്ത് അറിയാവുന്ന സഹാബികളോട് അത് രേഖപ്പെടുത്തി വെക്കാൻ നിർദ്ദേശം നൽകുന്നു. അവർ എല്ലുകളിലും തോലുകളിലും കല്ലുകളിലും മറ്റും രേഖപ്പെടുത്തി വെക്കുന്നു. 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ നടന്ന യമാമ യുദ്ധത്തിൽ ഖുർആൻ പൂർണ്ണമായി മനപാഠമാക്കിയ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായി. ഹാഫിളുകളെല്ലാം ഇങ്ങനെ മരണപ്പെട്ടാൽ വരും തലമുറകൾക്ക് കൈമാറാൻ ഖുർആൻ ശേഷിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയോട് പങ്കുവച്ചു. അഥവാ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അവസാനമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. അവസാനമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. ഇതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. അവരുടെ കാലശേഷം അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുസഹഫ് തൻ്റെ മകളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഇതിന് മുസ്ഹഫുൽ ബക്രി എന്നാണ് പേര്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം മറ്റു അറേബ്യേതര രാജ്യങ്ങളിലേക്കും ഇസ്ലാം കൂടുതൽ വ്യാപിക്കുന്ന കാലമായിരുന്നു. ഓരോ നാട്ടിലും പ്രബോധകരായി എത്തിയ സ്വഹാബികളിൽ നിന്ന് ജനങ്ങൾ ഖുർആൻ കേട്ടു പഠിച്ചു തുടങ്ങി. എന്നാൽ ചില പദങ്ങളുടെ പാരായണത്തിൽ തർക്കങ്ങളുണ്ടായി. അത് ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പരിഹാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തു സൂക്ഷിച്ച മുസ്ഹഫ് വരുത്തിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയമിച്ച് ആ മുസ്ഹഫിൽ നിന്ന് 8 കോപ്പികൾ പകർത്തി എഴുതാൻ നിർദ്ദേശിച്ചു. പകർത്തി എഴുതിയത് അവർ തന്നെ 3 തവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ശേഷം അന്ന് ജീവിച്ചിരിപ്പുള്ള 12,000-ൽ പരം സ്വഹാബികൾ പരിശോധിച്ച് ഏകകണ്ഠമായി സ്ഥിരീകരിച്ചു. ഈ മുസ്ഹഫുകളിൽ നിന്ന് മാത്രം പഠിക്കാനും പകർത്തി എഴുതാനും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. പകർത്തി എഴുതപ്പെട്ട ഈ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ഇവ മക്ക, മദീന, കൂഫ, ബസ്വറ, യമൻ, ബഹ്റൈൻ തുടങ്ങി വിവിധ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തു. മക്ക, മദീന, കൂഫ, ബസ്വറ, യമൻ, ബഹ്റൈൻ തുടങ്ങി വിവിധ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തു. കൂടെ ഖുർആൻ്റെ അധ്യാപനത്തിന് പ്രത്യേകം സ്വഹാബികളെയും നിയോഗിച്ചു. മുസ്ഹഫ് ഉസ്മാനിയുടെ മാതൃകയിൽ തയ്യാറാക്കപ്പെട്ട മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിച്ച മുസ്ഹഫുകളാണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ളത്. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി തദ്രീബാത്തിലേക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി. ഉത്തരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് അഭിപ്രായം മുന്നോട്ട് വെച്ച സ്വഹാബി. ഉമർ റളിയല്ലാഹു അൻഹു. ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് അഭിപ്രായം മുന്നോട്ട് വെച്ച സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം 3. ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചോദ്യം 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ക്രോഡീകരിച്ച മുസ്ഹഫ് സൂക്ഷിച്ചിരുന്നത് ആര്? ഉത്തരം ഹഫ്സ റളിയല്ലാഹു അൻഹ. നബിയുടെ ഭാര്യയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുമായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ഈ മുസ്ഹഫ് സൂക്ഷിച്ചിരുന്നത്. ചോദ്യം 5. മുസ്ഹഫ് ഉസ്മാനി എന്ന് പേര് പറയുന്നത് ഏതിന്? ഉത്തരം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പകർത്തി എഴുതിയ 8 കോപ്പികൾക്ക് അഥവാ പകർത്തി എഴുതിയ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. പിന്നീട് ലോകത്ത് ഈ പകർത്തി എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നോക്കി പകർത്തി എഴുതിയിട്ടുള്ളത്. ഇതിനെല്ലാം മുസ്ഹഫ് ഉസ്മാനി എന്നാണ് പറയുന്നത്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. 7ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 2ാമത്തെ പാഠം അൽ ഖുറാഉൽ 10
ഇതാണ് പാഠത്തിൻ്റെ പേര്, അൽ ഖുറാഉൽ അശറ, 10 ഖാരിഉകൾ. പാഠവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ രീതി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് പ്രസിദ്ധരായ 10 ഖാരിഉകളാണ്. അവരെ നമുക്ക് പരിചയപ്പെടാം. 1. ഇമാം നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു. 2. ഇമാം അബ്ദുല്ലാഹിബ്നു കസീരിൽ മക്കി റളിയല്ലാഹു അൻഹു. 3. ഇമാം അബൂ അംറിൽ ബസ്രി റളിയല്ലാഹു അൻഹു. 4. ഇമാം അബ്ദുല്ലാഹിബ്നു ആമിർ ഷാമി റളിയല്ലാഹു അൻഹു. 5. ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. 6. ഇമാം ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 7. ഇമാമുൽ കിസായി അൽ കൂഫി റളിയല്ലാഹു അൻഹു. 8. ഇമാം അബൂ ജഅഫറുൽ മദനി റളിയല്ലാഹു അൻഹു. 9. ഇമാം യാഖൂബുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. 10. ഇമാം ഖൽഫുൽ മക്കൂഫി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 10 ഇമാമിങ്ങളിലൂടെയാണ് ഖുർആൻ മുസ്ലിം ലോകത്തിന് പാരായണ രീതി പഠിപ്പിച്ച് പ്രസിദ്ധരായ വ്യക്തിത്വങ്ങൾ. ഇവരിൽ കൂഫയിലെ ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ കൂഫയിലെ ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നവരിൽ നിന്നാണ് ആസിം എന്നവർ ഖുർആൻ പഠിച്ചത്. കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നവരിൽ നിന്നാണ് ആസിം എന്നവർ ഖുർആൻ പഠിച്ചത്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്നും ഇവർ നബി തങ്ങളിൽ നിന്നും ഖുർആൻ സ്വീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികൾ താബിഈങ്ങൾ, അവരുടെ താബിഈങ്ങൾ, ഇങ്ങനെയാണ് ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അവർ ഖുർആൻ സ്വീകരിച്ചത്. അങ്ങനെയാണ്. സനദ് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സയ്യിദന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിൽ നിന്ന് ഖുർആൻ കേട്ടവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബികളിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചവരാണ് അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നവർ. ഇദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേട്ടവരാണ് ഇമാം ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേട്ടതാണ് ഹഫ്സ് ബിനു സുലൈമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഖുർആൻ എത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികളിലൂടെ അബൂ അബ്ദുറഹ്മാൻ ഹബീബ് സുലമിയിലൂടെ ഇമാം ആസിമുൽ കൂഫിയിലൂടെ ഹഫ്സ് ബിനു സുലൈമാൻ എന്നിവരിലേക്ക് എത്തുന്നു. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ഖുർആനിൻ്റെ രീതിയാണ് നമ്മൾ അവലംബമാക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിലുള്ള തദ്രീബാത്തൊന്ന് നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. ചോദ്യം 1. ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്നത് ആരാണ്? ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്നത് ഉത്തരം ഇമാം ആസിം റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ആരെയാണ്? ഉത്തരം അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നിവരെയാണ്. ചോദ്യം 3.
ആരിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു എന്നവർ ഖുർആൻ പഠിച്ചത്? നേരത്തെ പറഞ്ഞ അതേ വ്യക്തിയിൽ നിന്നാണ്. അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി. അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയും മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒരേ ഉത്തരമാണ്. അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി. ചോദ്യം 4. ആരിൽ നിന്നൊക്കെയാണ് അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നവർ ഖുർആൻ സ്വീകരിച്ചത്? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് പൂർത്തിയാക്കുക. ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് അബൂ അബ്ദുറഹ്മാൻ ഹബീബി സുലമി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നാണ് ഇമാം ആസിം അൽ കൂഫി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നാണ് ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് പൂർത്തിയാകുന്നത്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 3ാമത്തെ പാഠം, അദ്ദർസു സാലിസു, പാഠം 3, അല്ലഹ്നുൽ ജലിയു വൽ ഖഫിയു. ലഹ്നുൽ ജലിയ്, ലഹ്നുൽ ഖഫിയ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠമാണ്. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനുശേഷം തദ്രീബാത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പാരായണത്തിലെ തെറ്റുകൾ ഏറെ ഗൗരവമായതുകൊണ്ട് തന്നെ മുൻഗാമികളായ ഇമാമുമാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഖിറാഅത്തിൻ്റെ ഇമാമുമാരിൽ നിന്ന് മുതവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് വിരുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമല്ല. ഖിറാഅത്തിൻ്റെ ഇമാമുമാരിൽ നിന്ന് മുതവാത്തിറായി അഥവാ അവരിൽ നിന്ന് ക്രമമായി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് വിരുദ്ധമായി ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമല്ല. ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിന് ലഹ്ന് എന്നാണ് പറയുക. ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിന് ലഹ്ന് എന്നാണ് പറയുക. ലഹ്ന് രണ്ട് വിധമാണ്. ഒന്ന് അല്ലഹ്നുൽ ജലിയു, മറ്റൊന്ന് അല്ലഹ്നുൽ ഖഫിയു. അല്ലഹ്നുൽ ജലിയു, അല്ലഹ്നുൽ ഖഫിയു. അല്ലഹ്നുൽ ജലിയു നമുക്ക് നോക്കാം. അല്ലഹ്നുൽ ജലിയു വ്യക്തമായ പിഴവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വ്യക്തമായ പിഴവ് എന്നാണ് അല്ലഹ്നുൽ ജലിയു എന്ന് പറഞ്ഞാൽ. ഖുർആനിൻ്റെ ആശയവും വാക്യഘടനയും മാറിപ്പോകുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന പിഴവുകൾക്കാണ് അല്ലഹ്നുൽ ജലിയു എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ ആശയവും വാക്യഘടനയും മാറിപ്പോകുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന പിഴവുകൾക്കാണ് അല്ലഹ്നുൽ ജലിയു എന്ന് പറയുന്നത്. അക്ഷരങ്ങളും ഹർക്കത്തുകളും ഷദ്ദുകളും മദ്ദുകളും അഥവാ അസ്ലിയായ മദ്ദുകളും മാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അക്ഷരങ്ങളും ഹർക്കത്തുകളും ഷദ്ദുകളും മദ്ദുകളും അഥവാ അസ്ലിയായ മദ്ദുകളും മാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. അൻഅംതു അലൈഹിം. അൻഅംത അലൈഹിം എന്നത് ഒരാൾ അൻഅംതു അലൈഹിം എന്ന് പറഞ്ഞാൽ അവിടെ ആശയം തന്നെ മാറി അഥവാ അർത്ഥം തന്നെ മാറി.
ഇയ്യാക്കി നഅ്ബുദു, ഇയ്യാക്ക നഅ്ബുദു എന്നതിനെ ഇയ്യാക്കി നഅ്ബുദു എന്ന് പാരായണം ചെയ്താൽ അർത്ഥം തന്നെ അവിടെ മാറുന്നതാണ്. ഖുർആൻ പാരായണം അറിയുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വ്യക്തമായ പിഴവുകളാണ് ഇവ. അതുകൊണ്ടാണ് ഇതിന് അല്ലഹ്നുൽ ജലിയു എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം അറിയുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വ്യക്തമായ പിഴവുകളാണ് അല്ലഹ്നുൽ ജലിയ്. അതുകൊണ്ടാണ് ഇതിന് അല്ലഹ്നുൽ ജലിയു എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഖൗലിയായ റുക്കുനുകളിൽ അല്ലഹ്നുൽ ജലിയു സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിലെ നാം ചൊല്ലുന്ന ഖൗലിയായ റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന റുക്കുനുകൾ, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതൽ, അതുപോലെ അത്തഹിയാത്ത് ഓതൽ, ഒടുവിൽ അത്തഹിയാത്ത് ഓതൽ, ഒടുവിൽ അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ജലീൽ നബിയുടെ മേലിൽ സലാം വിട്ടൽ, ഇവയെല്ലാം ഖൗലിയായ റുക്കുനുകളാണ്. ഇതെല്ലാം അല്ലഹ്നുൽ ജലിയു എന്നുള്ളതിൽ പെടുന്നതാണ് ഇതിൽ വരുന്ന പിഴവുകൾ. ഈ കാരണം കൊണ്ട് നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ്. രണ്ടാമത്തത് അല്ലഹ്നുൽ ഖഫിയായ ലഹ്ന്, അവ്യക്തമായ പിഴവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവ്യക്തമായ പിഴവ് എന്നാണ് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറഞ്ഞാൽ. അക്ഷരങ്ങളുടെ സിഫത്തിലോ ഉന്നത്ത് മദ് അഥവാ ഫർഇയ്യായ മദ് പോലെയുള്ള തജ്വീദ് നിയമങ്ങളിലോ വരുന്ന പിഴവിനാണ് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ സിഫത്തിലോ ഉന്നത്ത് ഫർഇയ്യായ മദ് പോലെയുള്ള തജ്വീദ് നിയമങ്ങളിലോ വരുന്ന പിഴവിനാണ് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നത്. ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, തഫ്ഖീം, തർഖീഖ് തുടങ്ങിയ നിയമങ്ങളിൽ വരുന്ന തെറ്റുകളെല്ലാം അല്ലഹ്നുൽ ഖഫിയു ആകുന്നു. ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളായ ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, തഫ്ഖീം, തർഖീഖ് ഇങ്ങനെയുള്ള തുടങ്ങിയ നിയമങ്ങളിൽ വരുന്ന തെറ്റുകളെല്ലാം അല്ലഹ്നുൽ ഖഫിയ് ആകുന്നു. തജ്വീദ് നിയമങ്ങൾ ആഴത്തിൽ പഠിച്ചവർക്കല്ലാതെ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇതിന് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നത്. തജ്വീദ് നിയമങ്ങൾ ആഴത്തിൽ പഠിച്ചവർക്കല്ലാതെ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇതിന് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നത്. മുകളിൽ വിശദീകരിച്ച രണ്ട് തരത്തിലുള്ള പിഴവുകളും ഖുർആൻ പാരായണത്തിൽ മനഃപൂർവ്വം വരുത്തുന്നത് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. യോഗ്യരായ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച് തജ്വീദ് നിയമങ്ങൾ പാലിച്ച് ഖുർആൻ പാലിച്ചുകൊണ്ട് മാത്രമേ നാം ഖുർആൻ പാരായണം ചെയ്യാവൂ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്ത് കൂടി നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഉത്തരം എഴുതുക എന്നുള്ളതിൽ ചോദ്യം 1, ലഹ്ന് എന്നതിൻ്റെ അർത്ഥം എന്ത്? ലഹ്ന് എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം, ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിന് ലഹ്ന് എന്നാണ് പറയുന്നത്. ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവിനാണ് ലഹ്ന് എന്ന് പറയുന്നത്. ചോദ്യം 2, ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന രൂപത്തിലുള്ള പിഴവുകൾക്ക് എന്ത് പറയും? അല്ലഹ്നുൽ ജലിയു. ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന രൂപത്തിലുള്ള പിഴവുകൾക്ക് അല്ലഹ്നുൽ ജലിയു എന്നാണ് പറയുന്നത്. ചോദ്യം 3, അക്ഷരങ്ങളിലോ ഹർക്കത്തുകളിലോ വരുന്ന തെറ്റുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? അക്ഷരങ്ങളിലോ ഹർക്കത്തുകളിലോ വരുന്ന തെറ്റുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഉത്തരം, അല്ലഹ്നുൽ ജലിയു. അല്ലഹ്നുൽ ജലിയു. ചോദ്യം 4, തജ്വീദ് നിയമങ്ങളിൽ വരുന്ന പിഴവുകൾക്ക് പറയുന്ന പേരെന്ത്? തജ്വീദ് നിയമങ്ങളിൽ വരുന്ന പിഴവുകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം, അല്ലഹ്നുൽ ഖഫിയു. അല്ലഹ്നുൽ ഖഫിയു. ചോദ്യം 5, ലഹ്ന് ഖഫിയു എന്ന് പേര് വരാൻ കാരണം എന്ത്? ലഹ്ന് ഖഫിയു എന്ന് പേര് വരാൻ കാരണം എന്ത്? ഉത്തരം,
തജ്വീദ് നിയമങ്ങൾ ആഴത്തിൽ പഠിച്ചവർക്കല്ലാതെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. തജ്വീദ് നിയമങ്ങൾ ആഴത്തിൽ പഠിച്ചവർക്കല്ലാതെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇതിന് ലഹ്ന് ഖഫി എന്ന് പറയുന്നത്. അതാണ് അത് പേര് വരാൻ കാരണം. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നിങ്ങളുടെ കൂട്ടുകാരുടെ ഫാത്തിഹ പാരായണത്തിൽ വരുന്ന ലഹ്നുകൾ ഉസ്താദിൻ്റെ സഹായത്തോടെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യൂ. ശരിയായ പാരായണം പറഞ്ഞു കൊടുക്കൂ. നമുക്ക് നോക്കാം. അല്ലഹ്നുൽ ജലിയു. ലഹ്നുൽ ജലിയു എന്നതിൽ വരുന്ന പിഴവുകളാണ് അൻഅംതു അലൈഹിം. അൻഅംത അലൈഹിം എന്നതിനെ അൻഅംതു അലൈഹിം എന്ന് പറഞ്ഞാൽ അത് അല്ലഹ്നുൽ ജലിയാണ്. മറ്റൊന്ന് ഇയ്യാക്കി നഅ്ബുദു. ഇയ്യാക്ക നഅ്ബുദു എന്നതിനെ ഇയ്യാക്കി നഅ്ബുദു എന്ന് പറഞ്ഞാൽ അത് അല്ലഹ്നുൽ ജലിയു ആണ്. വ ഇയ്യാക്കി നസ്തഈൻ. വ ഇയ്യാക്ക നസ്തഈൻ എന്നതിനെ വ ഇയ്യാക്കി നസ്തഈൻ എന്ന് പറഞ്ഞാലും അല്ലഹ്നുൽ ജലിയു ആണ്. അഥവാ ആശയങ്ങളും അർത്ഥങ്ങളും മാറിപ്പോകുന്ന രൂപത്തിലുള്ള പിഴവുകളാണ് അല്ലഹ്നുൽ ജലിയു എന്നതിലൂടെ വരുന്നത്. ഇനി അല്ലഹ്നുൽ ഖഫിയു നമുക്ക് നോക്കാം. വലല്ലാലീൻ. ഇത് നമുക്ക് ഒരാൾ തെറ്റി പാരായണം ചെയ്തു. അതായത് വലല്ലാലീൻ എന്നുള്ളതിൻ്റെ ഇവിടെയുള്ള മദ്, ലാദിനുള്ള മദ് ഫറഇയാണ്. മദ് ഫറഇനെ മദ് ഫറഇ അല്ലാത്ത രൂപത്തിൽ നമ്മൾ മദ് ചെയ്താൽ അത് അല്ലഹ്നുൽ ഖഫിയു ആണ്. അൻഅംത. ഇവിടെ സുക്കൂനായ നൂൻ്റെ ശേഷം ഐന് വന്നു. ഇൽഹാറാണ് നിയമം. ഈ നിയമം തെറ്റിച്ചു വന്നാൽ ഇവിടെ വന്ന പിഴവിന് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നു. ഒരാൾ അലൈഹിം ഗൈരി എന്നിങ്ങനെ തെറ്റിച്ച് ഒരാൾ പാരായണം ചെയ്തു. സുക്കൂനായ മീമിൻ്റെ ശേഷം ഐന് വന്നാൽ ഇൽഹാറാണ് നിയമം. ഇൽഹാറല്ലാതെ ഇഖ്ഫാഓ അല്ലെങ്കിൽ അവിടെ ഉന്നത്തോ ഇങ്ങനെ ചെയ്താൽ അവിടെ പിഴവ് വരുന്നത് അല്ലഹ്നുൽ ഖഫിയു ആണ്. അലൈഹിം വലല്ലാലീൻ. അലൈഹിം സുക്കൂനായ മീമിൻ്റെ ശേഷം വാവ് വന്നു. അവിടെ വെളിവാക്കി ഓതണം എന്നുള്ളതാണ്. അങ്ങനെ ഓതിയില്ല എങ്കിൽ, നിയമം പാലിച്ച് ഓതിയില്ല എങ്കിൽ അവിടെ വരുന്ന പിഴവാണ് അല്ലഹ്നുൽ ഖഫിയു എന്നുള്ളത്. ഇതൊക്കെ നിയമങ്ങളിൽ വരുന്ന, തജ്വീദിൻ്റെ നിയമങ്ങളിൽ വരുന്ന പിഴവുകളായതുകൊണ്ടാണ് അല്ലഹ്നുൽ ഖഫിയു എന്ന് പറയുന്നത്. ലഹ്നുൽ ഖഫിയു മനഃപൂർവ്വം അങ്ങനെ പിഴവിലൂടെ വന്ന് പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഖുർആനിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അത് മനഃപൂർവ്വമാകുമ്പോൾ ഹറാമും കൂടിയാകുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത്. നമുക്കിന് തദ്രീബാത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം. നിസ്കാരത്തിലെ ഖൗലിയായ റുക്കുനുകൾ ഓർത്തെടുത്ത് ലിസ്റ്റ് ചെയ്യൂ. നമുക്ക് നിസ്കാരത്തിൻ്റെ ഖൗലിയായ റുക്കുനുകളിൽ നിന്ന് ചിലത് നമുക്കിവിടെ എഴുതണം. 1. തക്ബീറത്തുൽ ഇഹ്റാം. അത് ഖൗലിയായ റുക്കുനിൽപ്പെട്ടതാണ്. 2. ഫാത്തിഹ ഓതൽ ഖൗലിയായ റുക്കുനിൽപ്പെട്ടതാണ്. 3. ഒടുവിലെ തശഹൂദ് അഥവാ അത്തഹിയാത്ത്. അത് ഖൗലിയായ റുക്കുനിൽപ്പെട്ടതാണ്. ഒടുവിലെ തശഹൂദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 5. സലാം വീട്ടൽ. ഇതെല്ലാം ഖൗലിയായ ഫർളുകളിൽ അഥവാ ഖൗലിയായ റുക്കുനുകളിൽ പെട്ടതാണ്. അതേപോലെ നാലാമത്തേതാണ് തദ്രീബാത്തിൻ്റെ നാലാമത്തെ ഭാഗം. ഖൗലിയായ റുക്കുനുകൾ പരസ്പരം ചൊല്ലി തെറ്റുകൾ തിരുത്താം. ഖൗലിയായ റുക്കുനുകൾ 5 എണ്ണമാണ്. ഈ 5 എണ്ണവും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നമ്മൾ അക്ഷരത്തെറ്റുകളോ ഹർക്കത്തുകളിൽ വരുന്ന തെറ്റുകളോ ഒന്നുമില്ലാതെ ശരിപ്പെടുത്തുക. നമുക്ക് ഏതെല്ലാം എന്ന് അത് നോക്കാം. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം. നിസ്കാരത്തിലെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം അഥവാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതിനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അത് കൃത്യമായും വ്യക്തമായും
ശരിയാകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് ഫാത്തിഹ ഓതലാണ്. നമ്മൾ ഫാത്തിഹ ഓതി അത് ശരിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് ഒടുവിലെ തശഹുദാണ്, അഥവാ അത്തഹിയ്യാത്താണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് ഒടുവിലെ അത്തഹിയ്യാത്തിൻ്റെ രൂപം. നാലാമത്തതാണ് ഒടുവിലെ തശഹുദിന് ശേഷം നബിയുടെ മേലിൽ സ്വലാത്തു ചൊല്ലൽ, അഥവാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇതിനെയാണ് നബിയുടെ മേലിലുള്ള ചുരുങ്ങിയ സ്വലാത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്താണ് സലാം വീട്ടൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇങ്ങനെ സലാം വീട്ടുക. ഇതെല്ലാം ഖൗലിയായ റുക്കുനുകളാണ്. നിസ്കാരത്തിൽ വരുന്ന ഖൗലിയായ റുക്കുനുകളെ നമ്മൾ കൃത്യമായും വ്യക്തമായും പറയാൻ കഴിയുന്ന രൂപത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 4ാമത്തെ പാഠം, അദ്ദർസുർ റാബിഉ, പാഠം 4, സിഫാത്തുൽ ഹുറൂഫ്. സിഫാത്തുൽ ഹുറൂഫിനെ കുറിച്ചാണ്, അഥവാ സിഫത്തുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ 1ാമത്തെ ഭാഗമാണ്. ഇതിന് ശേഷം അതിൻ്റെ തുടർ പാഠങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതും കൂടി ഇതിൽ മനസ്സിലാക്കുക. സിഫാത്തുൽ ഹുറൂഫി ഭാഗം 1. താഴെ കോളത്തിൽ കൊടുത്ത അക്ഷരങ്ങൾ അവയുടെ മഖ്റജ് പാലിച്ച് പറഞ്ഞു നോക്കുക. താഴെ കൊടുത്ത 6 അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖാഫ്, സ്വാദ്, ത്വാ, കാഫ്, സീൻ, താ. ഖാഫ് ഖ, സ്വാദ് സ്വാ, ത്വാ ത്വാ, കാഫ് ക, സീൻ സ, ത ത. ഈ 6 അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യ കോളത്തിൽ അക്ഷരങ്ങളും 2ാം കോളത്തിലെ അക്ഷരങ്ങളും പരസ്പരമുള്ള ശബ്ദവ്യത്യാസം ശ്രദ്ധിച്ചോ. ആദ്യ കോളത്തിലെ അക്ഷരങ്ങളും 2ാം കോളത്തിലെ അക്ഷരങ്ങളും പരസ്പരമുള്ള ശബ്ദ വ്യത്യാസം ശ്രദ്ധിച്ചുവല്ലോ. ആദ്യ കോളത്തിലെ അക്ഷരങ്ങൾക്ക് വായ നിറഞ്ഞ ശബ്ദ രീതിയാണ് ഉള്ളത്. ആദ്യത്തെ കോളത്തിലുള്ള അക്ഷരങ്ങൾക്ക് വായ നിറഞ്ഞ ശബ്ദ രീതിയാണ് ഉള്ളത്. എന്നാൽ 2ാം കോളത്തിൽ അക്ഷരങ്ങൾക്ക് മൃദുവായ ശബ്ദ രീതിയാണ്. 2ാം കോളത്തിൽ അക്ഷരങ്ങൾക്ക് മൃദുവായ ശബ്ദ രീതിയാണ്. അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും ഇതുപോലെ വ്യത്യസ്തമായ ശബ്ദ സ്വഭാവങ്ങളുണ്ട്. അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾക്കും ഇതുപോലെ വ്യത്യസ്തമായ ശബ്ദ സ്വഭാവങ്ങളുണ്ട്. അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇത്തരം ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫാത്ത്. അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇത്തരം ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണ് സിഫാത്ത്. അക്ഷരങ്ങളുടെ മഖ്റജുകളോടൊപ്പം ഈ ശബ്ദ വ്യത്യാസങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അക്ഷരങ്ങളുടെ മഖ്റജുകളോടൊപ്പം ഈ ശബ്ദ വ്യത്യാസങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അതായത് അക്ഷരങ്ങൾ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്നതോടൊപ്പം ഇതിൻ്റെ സിഫാത്തുകളും കൂടി, അഥവാ ഓരോ അക്ഷരത്തിൻ്റെ സിഫാത്തും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാലേ ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. ഇത് അറബി ഭാഷയുടെ തന്നെ പ്രത്യേകതയാണ്. ഖുർആൻ പാരായണത്തിൽ ഈ സിഫാത്തുകൾ പാലിക്കൽ നിർബന്ധമാണ്. സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. ഖുർആനിൻ്റെ സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്.
18 സിഫത്തുകളാണ് ഉള്ളത്. 18 സിഫത്തുകളാണ് ഉള്ളത്. ഒരു അക്ഷരത്തിൽ തന്നെ ഒന്നിലധികം സിഫത്തുകൾ, ഒരു അക്ഷരത്തിൽ തന്നെ ഒന്നിലധികം സിഫത്തുകൾ അഥവാ ശബ്ദ സ്വഭാവങ്ങൾ ഉണ്ടാകും. ഇവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 9 സിഫത്തുകൾ നമുക്ക് പഠിക്കാം. 1 അൽ ഹംസു, 2 അൽ ഇസ്തിഅലാ, 3 അൽ ഖൽഖലത്തു, 4 അഷിദ്ദത്തു, 5 അൽ ഇസ്തിഫാലു, 6 അസ്വഫീറു, 7 അർരിഖവു, 8 അൽ ഇത്ബാഖു, 9 അത്തക്രീറു. ഇവിടെ 9 സിഫത്തുകൾ നൽകിയിട്ടുണ്ട്. അൽ ഹംസു, അൽ ഇസ്തിഅലാഉ, അൽ ഖൽഖലത്തു, അഷിദ്ദത്തു, അൽ ഇസ്തിഫാലു, അസ്വഫീറു, അർരിഖവു, അൽ ഇത്ബാഖു, അത്തക്ബീറു. ഇത് വളരെ പ്രധാനപ്പെട്ട 9 സിഫത്തുകളാണ്. ഈ സിഫത്തുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ഈ സിഫത്തുകൾ എന്താണ് എന്നും ഈ സിഫത്തിൻ്റെ പ്രത്യേകതയും ഈ സിഫത്തിൽ പെടുന്ന അക്ഷരങ്ങളും എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കുന്നതാണ്. പിന്നീട് പഠിക്കുന്നതിനനുസരിച്ച് ഓരോ സിഫത്തുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ സിഫത്തുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം കണ്ടെത്താം എന്നതാണ്. ചോദ്യം 1, സിഫാത്ത് എന്നാൽ എന്ത്? സിഫാത്ത് എന്നാൽ എന്ത്? ഉത്തരം, അക്ഷരങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്വഭാവത്തെ സിഫത്ത് എന്ന് പറയുന്നു. അക്ഷരങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്വഭാവത്തെ സിഫത്ത് എന്ന് പറയുന്നു. ചോദ്യം 2, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതുക. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതുക. ഖാഫ്, സ്വാദ്, ത്വാ ഇവയെല്ലാം ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ചോദ്യം 3, സിഫത്ത് എന്നതിൻ്റെ ബഹുവചനം എന്താണ്? സിഫത്ത് എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഉത്തരം, സിഫാത്ത്. സിഫത്ത് എന്നതിൻ്റെ ബഹുവചനം സിഫാത്ത്. ചോദ്യം 4, എത്ര സിഫത്തുകളുണ്ട്? എത്ര സിഫത്തുകൾ ഉണ്ട്? ഉത്തരം, 18 സിഫത്തുകളാണ് ഉള്ളത്. 18 സിഫത്തുകളാണ് ഉള്ളത്. ചോദ്യം 5, എപ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്? എപ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്? ഉത്തരം, സിഫത്തുകൾ കൂടി പാലിക്കുമ്പോഴാണ് നമ്മുടെ ഖുർആൻ പാരായണം മനോഹരമാകുന്നത്. സിഫത്തുകൾ കൂടി പാലിക്കുമ്പോൾ. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, സിഫത്തുകൾ ഉസ്താദിന് മനപാഠം ചൊല്ലി കേൾപ്പിക്കുക. സിഫത്തുകൾ ഉസ്താദിന് മനപാഠം ചൊല്ലി കേൾപ്പിക്കുക. അഥവാ 9 സിഫത്തുകളുണ്ട്. ആ 9 സിഫത്തുകൾ ഇതാണ്: അൽ ഹംസു, അൽ ഇസ്തിഅലാഉ, അൽ ഖൽഖലത്തു, അഷിദ്ദത്തു, അൽ ഇസ്തിഫാലു, അസ്സഫീറു, അർരിഖവു, അൽ ഇത്ബാഖു, അത്തക്രീറു. ഈ 9 സിഫത്തുകൾ ഉസ്താദിന് പറഞ്ഞ് കേൾപ്പിക്കുക. അല്ലാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.